അപ്പോൾ രാവിലെ ഇവർ മോർണിംഗിൽ സ്കൂളിൽ കുറച്ച് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അവരുടെ സ്കൂളിൻ്റെ ഒരു വണ്ടിയുണ്ട്. അപ്പം അപ്പയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അപ്പയുടെ 2 ബ്രദേഴ്സും ഒരു ബ്രദറിൻ്റെ വൈഫും പിന്നെ കാറിൻ്റെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കുറച്ച് സ്ഥലം എത്തിയപ്പം ഇങ്ങനെ പോലീസുകാരെ പോലെ ആൾക്കാർ വന്ന് കൈ കാണിച്ചു. അപ്പോൾ ഒരു ചെക്കിങ് ആവുന്ന രീതിയിൽ അവർ നിർത്തിയപ്പോൾ പക്ഷേ അത് ആൾക്കാർ ഇത് ചെയ്തിട്ട് കള്ളന്മാരായിരുന്നു, കിഡ്നാപ്പിംഗ് ആൾക്കാരായിരുന്നു. അവർ ഉടനെ കയറി സീറ്റിൽ കയറി ഇവരെല്ലാവരെയും ഫുള്ളി ഇങ്ങനെ അറ്റസ്റ്റാക്കി നിർത്തിയിട്ട് പോയി. ഒത്തിരി ദൂരം പോയി. ഇവർക്ക് തന്നെ ഭയങ്കര ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി കാട് വഴികളിലൂടെയൊക്കെ പോയി. ആ സെയിം സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ അപ്പയുടെ ആ സിസ്റ്ററിൻ്റെ മോളും പിന്നെ ഒരു ബ്രദറിൻ്റെ കൊച്ചിന് കൈ സർജറി കഴിഞ്ഞിട്ട് ഇരുന്നുകൊണ്ട് ആളും ഉണ്ടായിരുന്നു. ഈ സെയിം സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലും കയറി അവരെല്ലാവരെയും പുറകിൽ കൈയൊക്കെ കെട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയുടെ അടുത്ത് കത്തിയൊക്കെ കാണിച്ച് ഇവരെല്ലാവരും പേടിച്ചു പോയി. ഒരു മെയ്ഡും ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ദൂരെ കുറേ പോയി കഴിഞ്ഞപ്പം അപ്പയുടെ 2 ബ്രദേഴ്സിനെയും ഒരു ബ്രദറിൻ്റെ വൈഫിനെയും പിന്നെ ഈ ഡ്രൈവറിനെയും ഇവർ ഭയങ്കര ഒരു ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവർ ഇറക്കി വിട്ടിട്ട് മറ്റേ ആ മെയിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ശരിക്കും സ്കൂളൊക്കെ വന്നത്. അപ്പം ഹസ്ബൻഡിനെ മാത്രമായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ കുറേ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ എടുത്ത് ഇവർ ഒരു രീതിയിലാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും കാശും എല്ലാവരും അടിച്ചുപോയി. എന്നിട്ട് വീട്ടിലപ്പം CID വന്നപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്യാമറയിൽ ഇവർ വന്നപ്പോൾ മെയ്ഡ് ചിരിക്കുന്ന കണ്ട്. അപ്പം മെയ്ഡിനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മെയ്ഡും ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഉള്ള ആളാണെന്ന് മനസ്സിലായത്. അപ്പം സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പം അവർ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ വിളിക്കണതാണ്. പക്ഷേ ഇത് രാവിലെ സംഭവിച്ചിട്ട് ഒരു കോളും ഇല്ല. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പം അമ്മ ഇങ്ങനെ ലൈറ്റ് ഓഫ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂവോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഭയങ്കര വലിയൊരു എമൗണ്ട് കൊടുത്താലേ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു.